കാര്യങ്ങളോട്ട് വാങ്ങിട്ട് പതുക്കെ തന്നെ ഇങ്ങോട്ട് വാ. എന്താ മുഖത്തൊക്കെ തിന്നിട്ട് മാറി മണി പോലെ ഉത്തരം പറഞ്ഞ ചോക്കണെല്ലാം പറയൂ. നിന്റെ വെപ്രാളം വേളിത്തരൊന്നും കാണിക്കല്ലേ? ഇല്ല, അത് പറഞ്ഞ ആളായിരുന്നു നോക്കും. ചുമ്മാ അതിനെ വെപ്രാളം വേളിത്തരെന്നൊക്കെ പറയാൻ ഇത്രയൊക്കെ ടെൻഷനാവും. ടെൻഷനും വെപ്രാളം എല്ലാം കൂടെ ആകുമ്പോൾ കൂട്ടി പറഞ്ഞാൽ പ്രശ്നമാവൂലേ? അതല്ല പുള്ളിക്കാരൻ എന്തായിരിക്കും ചോദിക്കുന്നത്? പുള്ളിക്കാരന്റെ കസ്റ്റഡിയിലുള്ള കുട്ടികളില് അവർക്ക് യോജിച്ചവനാണോ നീ എന്നുള്ളതായിരിക്കും ആദ്യം ടെസ്റ്റ് ചെയ്യണം. അല്ല, ഇതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞുതരാം. അതായത് പൊതുവേ നിന്റെ ധാരണ എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്യും. പൊതുവെ നിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ജനറൽ നോളജ്. എങ്കിൽ നീ പോകണ്ടാ, നീ ഇവിടെ വല്ലേ നീ തേയും നിനക്കതെന്ന് പറഞ്ഞോണ്ടല്ലോ. ഒരു പാത്രത്തിൽ ഉലുവയെ ഉഴുന്ന് വിട്ടുവെന്നോ നിനക്ക് അത് ഏതാണെന്ന് അറിയാമോ? ഞാനെന്താ ഷെഫിന്റെ പരിപാടിക്ക് പോകുന്നു. ഒന്ന് ചുമ്മാ എടാ, ഒരു കുടുംബ ജീവിതത്തിൽ ഉലുവ ഉഴുന്നൊക്കെ തിരിച്ചറിയണം. നീ എന്തോന്ന് അറിഞ്ഞിട്ട് പറയണത്? ഒന്ന് ചുമ്മാ ചേട്ടൻ ചുമ്മാ ഇരിക്കാൻ പറയണ ചേട്ടാ. ഞാൻ ചുമ്മാ ഇരിക്കില്ല. ഞാൻ പോടും ചേട്ടന്റെ പാദം. എന്റെ അനുഗ്രഹം ഒന്നും വേണ്ട. ആ പാദം വേണ്ട, കൊള്ളത്തില്ല. ആ കൊള്ളത്തില്ല. ചെരുപ്പ് വേണ്ട, ചെരുപ്പ് ഇട്ടിരുന്നാലും കൊള്ളത്തില്ല. ഒന്നോട്ട് ചേട്ടന്റെ പാദം. ഒരു ബഹുമാനം കാണിക്കണം കേട്ടോ. അപ്പോ പിന്നെ ഞാൻ കൂടെ പോട്ടെ. എന്തെങ്കിലും വെപ്രാളത്തിൽ മാറ്റി പറഞ്ഞ ഞാൻ കൂടെ എന്നാ താഴെ അറ്റവരുണ്ട് കേട്ടോ. എന്നല്ലേ? ഓ അയ്യോ, ഇത് മൊത്തം നിങ്ങളെയാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാ നോക്കി നടത്തുന്നത്. തന്നെയല്ലേ? ഓ അല്ലെ, വിൽക്കാൻ വല്ല പ്ലാനുണ്ട്? അങ്ങനെ ഒരു പ്ലാനേ ഇല്ല. ഉണ്ടെങ്കിൽ പറ, ഉഗ്രം പാർട്ടി എന്റെ ഉണ്ട്, നല്ല വില വാങ്ങിച്ചു തരാം. ഓ, തുളസിക്കപ്പോ വസ്തു കച്ചവടം ഉണ്ടല്ലേ? എന്തിനു പറയാ, കൊച്ചുങ്ങൾക്ക് വെള്ളം കൊടുത്ത് കിടത്തണ്ടേ, ബ്രോക്കറായി പോയില്ലേ? ഇതാണ് എന്റെ ഇളയ മോൻ സുമേഷ് കുഞ്ഞുണ്ണി. സുമേഷ്, നമസ്കാരം. ഓ നമസ്കാരം. എന്നാ കുഞ്ഞുണ്ണി ഒരു കാര്യം ചെയ്യും, അപ്പുറത്തേക്ക് വെക്കോ, ഞങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കട്ടെ. അല്ല, അപ്പൊ ഞാൻ നിൽക്കണ്ടേ? വേണ്ട, ഞങ്ങൾ തമ്മിൽ പേഴ്സണൽ ആയിട്ടൊന്ന്. അതെ അതെ, സൂക്ഷിച്ചൊക്കെ സംസാരിക്കും കേട്ടോ. ഓക്കെ, ഓ ശരി. സുമേഷ്. അതെ, നമസ്കാരം. മോന് കുക്കിംഗ് ഒക്കെ അറിയാവോ? കുക്കിംഗ് കുക്കിംഗ് അതായത് ഈ അടുക്കള കയറി പാചകമൊക്കെ ചെയ്യാൻ അറിയാവോന്ന്? അറിയാതെ എനിക്ക് കഞ്ഞി ഉണ്ടാക്കാൻ അറിയാം, മുട്ട പൊരിക്കാൻ അറിയാം, പിന്നെ മലക്കറിയിൽ സാമ്പാറിൽ ഫ്രൂട്ട്സ് ഇടും, അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ. ഓ, അതൊക്കെ ചെയ്യും. അതൊക്കെ ചെയ്യും. കൊള്ളാം. ശരി, എന്നാ അടുത്ത ചോദ്യം. മോന് മൂങ്ങയുടെ സ്വഭാവം ഉണ്ടോ? അയ്യോ, അതവനുണ്ട്. ഉണ്ട്. മൂങ്ങയുടെ സ്വഭാവം? എടാ, രാത്രി ഉറങ്ങാതെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നതാണ് അയാൾ ചോദിച്ചത്. എന്നാ അവന് പട്ടിയുടെ സ്വഭാവം ഉണ്ടെന്ന് കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. അത് രണ്ടും ഉറങ്ങൂല്ലോ. മൂങ്ങയുടെ സ്വഭാവം ഉണ്ടാകുന്നു മനസ്സിലായില്ലേ? അതായത് ഈ മനുഷ്യന്മാരെ പോലെ കൃത്യസമയത്ത് കിടന്ന് ഉറങ്ങി എണീക്കൊക്കെ ചെയ്യുമെന്ന്. അങ്കിളെ, ഞാനൊരു 10-10:15 കൂടിപ്പോയാൽ 10:30 കിടന്ന് ഉറങ്ങും. പിന്നെ അപ്പുറത്തെ വീട്ടിൽ സിന്ധു ചേച്ചിയുടെ സിന്ധു ചേച്ചിയുടെ കോഴി എണീക്കുന്നതിന് ഇവിടെ ഞാൻ എണീക്കും. അങ്ങനൊരു കാര്യം അറിയാമോ? ഞാൻ എണീച്ച് ലൈറ്റ് ഇട്ടതിന് ശേഷമാണ് അപ്പുറത്തെ വീട്ടിൽ സിന്ധു ചേച്ചിയുടെ കോഴി കൂവുന്നത്. ഓ, അപ്പൊ മോ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ സിന്ധു ചേച്ചിയുടെ കോഴി കൂവൂല? ഇല്ലില്ല, കൂവത്തില്ല. പാവം കോഴി. അതെ അതെ. പിന്നെ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ്. മോൻ ഈ ആളുകളുടെ ബർത്ത്ഡേ ഒക്കെ ഓർത്തു വെക്കാനുള്ള കഴിവുണ്ടോ? ഓർമ്മയുണ്ടോന്നോ? എന്റെ അങ്കിളെ, എനിക്ക് മാത്രമേ ഈ വീട്ടിൽ എല്ലാവരും ബർത്ത്ഡേ ഓർമ്മയുള്ളൂ. എന്റെ അച്ഛൻ പറയുന്നത് എനിക്ക് ഭയങ്കര ഓർമ്മ ശക്തിയാണോ. അങ്ങനെ നമ്മൾ സാധാരണ നമ്മൾ ഈ കലണ്ടറിലൊക്കെ കുറിച്ചെടുത്തില്ല, എന്തെങ്കിലും ഓർമ്മ മറന്നുപോയത് ഓർക്കാൻ വേണ്ടിയിട്ടൊക്കെ. ആ പരിപാടി ഒന്നും എനിക്കില്ല. പിന്നെ ഇതുവരെ ഡയറി ഇടുന്ന പരിപാടി എനിക്കില്ല. എല്ലാം എന്റെ മെമ്മറിയിലുണ്ട്. സത്യം, ഞാനാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴേ ഡയറിയിൽ കുറിച്ചു. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ദിവസം മോൻ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് 1 ലക്ഷം രൂപയും ഉപ്പിട്ട കഞ്ഞിയും കൊണ്ട് മുമ്പിൽ വെച്ചു. മോ ഇതിൽ ഏത് ആദ്യം എടുക്കും? 1 ലക്ഷം 5 രൂപ വെച്ചാലും 5 രൂപ എടുക്കുള്ളൂ. കഞ്ഞി. കഞ്ഞി അങ്കിളെ. അത് 1 ലക്ഷം രൂപ ഇരിക്കല്ലേ, എടുത്തോണ്ടേ നല്ല ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചുകൂടെ? അങ്കിളെ, വിശന്നിരിക്കുന്ന ഒരു നേരത്തെ കഞ്ഞിയല്ലേ അവന് വലുത്? അതല്ലേ? അടകടോര മലസമാകുന്ന മനുഷ്യ ശരീരത്തിന്റെ വിശപ്പിൽ നിന്ന് വരുന്ന പുക. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പൊ കേട്ട്. ഭയങ്കരം തന്നെ. കൊള്ളാം, കൊള്ളാം. ഞാനേ അച്ഛനൊന്ന് കാണാം. അല്ല, അതിന് ഇനി സമയമുണ്ട്. അച്ഛനെ കാണണം കേട്ടാ. ശരി ശരി.